സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഏറ്റവും പുതിയ ഗാനങ്ങളും പോപ്പ് സംഗീതവും കേൾക്കാൻ വേണ്ടി മില്ലിയനറുകൾ ടിവിയിൽ ട്യൂൺ ചെയ്തിരുന്ന ഒരേയൊരു മ്യൂസിക് ചാനൽ MTV. തങ്ങളുടെ ഐക്കണിക് സംഗീത യുഗത്തിലെ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇപ്പോൾ. 40 വർഷങ്ങൾക്ക് ശേഷം MTV മ്യൂസിക് ചാനലുകൾ അടച്ചുപൂട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഒരു യുഗത്തിന്റെ അവസാനമെന്നാണ് നെറ്റിസൻസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. 80കളിലെയും 90കളിലെയും യുവാക്കൾക്ക് പാട്ടുകൾ കേൾക്കാനും വീഡിയോകൾ കാണാനുമുള്ള ഒരു മാർഗമായിരുന്നു ഈ ചാനലുകൾ. പാട്ടുകൾ മാത്രമല്ല, ഫാഷൻ, പോപ്പ്, സംസ്കാരം തുടങ്ങിയ മേഖലകളിലും MTV മ്യൂസിക് ചാനലുകളിലെ സംഗീതം സ്വാധീനം ചെലുത്തി. പ്രധാനപ്പെട്ട MTV ചാനലായിരിക്കും ഇനി അവശേഷിക്കുക. കാറ്റ് ഫിഷ്, ദി ചലഞ്ച് പോലുള്ള TV ഷോകളാണ് അതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. 2025 അവസാനത്തോടെ UK-യിലെ 5 മ്യൂസിക് ചാനലുകൾ അടച്ചുപൂട്ടാൻ MTV ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന 5 ഐക്കണിക് സംഗീത ചാനലുകളായ MTV 80s, MTV മ്യൂസിക്, ക്ലബ് MTV, MTV 90s, MTV ലൈവ് എന്നിവയാണ് അടച്ചുപൂട്ടുക. 2025 ഡിസംബർ 31 ഈ ചാനലുകൾ എന്നേക്കുമായി പ്രക്ഷേപണം നിർത്തുമെന്ന് പാരമൗണ്ട് ഗ്ലോബൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ ഇത് സംഭവിക്കില്ല എന്നതാണ് ഒരു ആശ്വാസം. ആദ്യം UK-യിലും അയർലൻഡിലുമാണ് അടച്ചുപൂട്ടുക. പിന്നീട് യൂറോപ്പ്, പോളണ്ട്, ഓസ്ട്രേലിയ, ബ്രസീൽ, ഓസ്ട്രിയ, ഫ്രാൻസ്, ഹംഗറി, ജർമ്മനി എന്നിവയുൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലും സമാനമായ അടച്ചുപൂട്ടലുകൾ ഉണ്ടാകും. എന്നാൽ മുൻനിര ചാനലായ MTV HD, നേക്കഡ് ഡേറ്റിംഗ് UK, ജിയോഡി ഷോർ എന്നിവയുൾപ്പെടെയുള്ള റിയാലിറ്റി പരമ്പരകൾ പ്രക്ഷേപണം ചെയ്യുന്നത് തുടരും. ചെലവ് ചുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായും പ്രേക്ഷകരുടെ എണ്ണത്തിൽ വന്ന മാറ്റത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് MTV തങ്ങളുടെ മ്യൂസിക് ചാനലുകൾ അടച്ചുപൂട്ടുന്നത് എന്നാണ് റിപ്പോർട്ട്. സംഗീതം കേൾക്കാനും വീഡിയോകൾ കാണാനും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ടിക്ടോക്ക്, യൂട്യൂബ്, സ്പോട്ടിഫൈ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സംഗീത ലോകം കീഴടക്കിയതോടെ തങ്ങളുടെ ചാനലിലൂടെ മ്യൂസിക് വീഡിയോകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ കുറവ് MTV നേരിട്ട് കണ്ടറിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാരമൗണ്ട് ഗ്ലോബൽ സ്കൈ ഡാൻസ് മീഡിയയുമായി ലയിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം എടുത്തത്. ആഗോളതലത്തിൽ $500 മില്യൺ ചെലവ് ചുരുക്കൽ പദ്ധതികൾക്ക് തുടക്കമിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 1981 ആരംഭിച്ച ഒരു അമേരിക്കൻ കേബിൾ ടെലിവിഷൻ ചാനലാണ് MTV. ദി ബഗിൾസിന്റെ വീഡിയോ കിൽ ദി റേഡിയോ സ്റ്റാർ എന്ന വീഡിയോ ആണ് ഇത് ആദ്യമായി സംപ്രേഷണം ചെയ്തത്. ഇപ്പോഴും പോപ്പ് സംസ്കാരത്തിലെ ഒരു ഐക്കണിക് റെഫറൻസ് ആയി ഇത് തുടരുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ പരിപാടിയിലൂടെയാണ് ഇത് പ്രശസ്തി നേടിയതും. 1987 നെറ്റ്വർക്ക് യൂറോപ്പിലേക്ക് വ്യാപിച്ചു. 10 വർഷത്തിന് ശേഷം 1997 യുണൈറ്റഡ് കിങ്ഡത്തിന് സ്വന്തമായി ഒരു MTV ചാനലും ലഭിച്ചു. 1980കളിലും 1990കളിലും സംഗീതവും പോപ്പ് സംസ്കാരവും രൂപപ്പെടുത്തുന്നതിൽ ഈ ചാനലുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കലാകാരന്മാർക്ക് ഒരു വേദിയും സംഗീത ആരാധകർക്ക് ഒരു വേറിട്ട അനുഭവവും വാഗ്ദാനം ചെയ്ത ചാനലുകളായിരുന്നു ഇവയെല്ലാം.